family, welcome back to our channel Love Family Vlog. Aarti here. So ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്, അതായത് നമ്മുടെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. സോ ഈ ഒരു എൻ്റെ സ്പെഷ്യൽ ഡേ എന്ന് വെച്ചാൽ ഈ ഒരു കുഞ്ഞു മാലാഖ, ഈ ഒരു കുഞ്ഞു പ്രിൻസസ് എൻ്റെ ഏട്ടൻ്റെ ജീവിതത്തിൽ ദാറ്റ് മീൻസ് ഒഫീഷ്യലി സ്വന്തമായ ഡേ ആണ്. അതായത് നമ്മുടെ രണ്ടുപേരുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. സോ ആ ത്രില്ലാണ്. അതായത് നമ്മുടെ സെക്കൻഡ് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന്. August 30, 2020 നമ്മൾ മാരേജ് കഴിഞ്ഞത്. സോ യെസ്, ഇന്ന് അങ്ങനെ 2 വർഷം തികഞ്ഞിരിക്കുകയാണ്. സോ എക്സൈറ്റഡ്, സോ ഹാപ്പി, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം അത്രയും ഞാൻ ഫുൾ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അതിനുള്ള വേറെ റീസണും ഉണ്ട് എന്തുകൊണ്ടാണ് ഹാപ്പി ആവാനുള്ള കാരണം ഒബ്വിയസ്ലി നമ്മൾ വെഡ്ഡിങ് ആനിവേഴ്സറി ആകുമ്പം നമ്മൾ ഭയങ്കര സന്തോഷിക്കും. ബട്ട് അതല്ലാതെ ഇന്ന് ഞാൻ ഫസ്റ്റ് ടൈം എൻ്റെ ഏട്ടനും സർപ്രൈസ്, പണ്ടായിട്ട് ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ സർപ്രൈസ് കൊടുത്തിട്ടുണ്ട്. ബട്ട് എന്നാലും കഴിഞ്ഞ വർഷത്തെ സർപ്രൈസ് എൻ്റെ ഏട്ടൻ കണ്ടുപിടിച്ചു. അപ്പം സർപ്രൈസ് ആവില്ലല്ലോ, കാരണം എൻ്റെ വഴി തന്നെ ഞാൻ വീഴ്ത്തി. പക്ഷേ ഈ വട്ടം, അതായത് ഈ വർഷം എൻ്റെ ഏട്ടൻ അറിഞ്ഞിട്ടേ ഇല്ല. പക്ഷെ എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് അറിയാം, പക്ഷേ എന്താണെന്ന് ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. സോ പുള്ളിക്കാരൻ വൈകുന്നേരം വരും, ഓഫീസ് കഴിഞ്ഞ് വരുമ്പം എൻ്റെ സർപ്രൈസ് കാണുമ്പോൾ പുള്ളിക്കാരൻ നെട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. സോ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ആണ് ഞാൻ ഫുള്ളായിട്ട് ഇരിക്കുന്നത്. സോ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഓക്കെ, സോ ഇന്ന് എന്തായാലും ഞാൻ ഏട്ടന് വേണ്ടി കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി. അത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. സോ അത് ഫസ്റ്റ് വ്ളോഗ് അത് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറി കാണിക്കുന്നുണ്ട്, നമ്മൾ കേക്ക് മുറിക്കുന്നതും നമ്മളെ സെലിബ്രേഷനും. പിന്നെ അതേപോലെ എന്തോന്നാണ് പിന്നെ എൻ്റെ സർപ്രൈസ്, എൻ്റെ ഗിഫ്റ്റ്സിനോട് ഏട്ടൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, അതാണ് എൻ്റെ ഏറ്റവും മെയിൻ ഇത്. കാരണം ഏട്ടൻ എന്തായാലും പറയുമായിരിക്കല്ലേ ഐ എം സോ ലക്കി ടു ഹാവ് യു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം. ബട്ട് പറയുമായിരിക്കും. യെസ്, എന്തായാലും എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഏട്ടൻ എന്തായാലും വിചാരിക്കൂല ഞാൻ ഇത്രയും ഒരു കാര്യത്തിൽ എന്തായാലും അവൻ നെട്ടും. എന്തെന്ന് ഞാൻ പറയട്ടാ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഇത്രയും ഞാൻ കാര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി പോകണം. അത് ഞാൻ കുറേ കാര്യം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടി പോണ കാര്യമാണ്. അപ്പോൾ അത് കാണുമ്പം ഈ ഒരു കാര്യം ചോദിക്കും, അമ്മു ഇത്രയും നീ ഇങ്ങനെ ചോദിക്കും, അമ്മു ഇത്രയും നീ ചെയ്ത് ഒറ്റയ്ക്കാണോ നീ ചെയ്തത് എന്ന് എന്തായാലും ചോദിക്കുക. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നെട്ടും, അതിലും അവനൊരു സർപ്രൈസ് ആയിരിക്കും. സോ യെസ്, അപ്പം നമുക്കിനി വ്ളോഗിൽ പോവാം. അപ്പം ഞാൻ ഇനി അപ്പം ആരും പോവരുത്, എല്ലാവരും ലാസ്റ്റ് തന്നെ ഈ വീഡിയോ കാണാം. നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ നമ്മളെ വീഡിയോ ആരെങ്കിലും ഫസ്റ്റ് ടൈം കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. യെസ്, അപ്പം നമ്മൾ ആദ്യം മുതൽ അപ്പം നമുക്കിനി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാൻ ഫസ്റ്റ് ഏട്ടന് കൊടുക്കാൻ വേണ്ടി പോകുന്നത്, അതായത് ഞാൻ അവന് കൊടുക്കാൻ വേണ്ടി പോകുന്ന ഗിഫ്റ്റ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് പെയിൻറ്റിംഗ് ആണ്. കാരണം കഴിഞ്ഞ ഫസ്റ്റ് ആനിവേഴ്സറിക്ക് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് ഉണ്ട്, അത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് കാണിച്ചു തരാം. കമോ. സോ ഞാൻ ഫസ്റ്റ് ആനിവേഴ്സറിക്ക് ഞാൻ ഏട്ടന് കൊടുത്ത ഫസ്റ്റ് ഗിഫ്റ്റാണ് കാണാൻ വേണ്ടി പോകുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് നമ്മളെ എൻ്റെ ഫസ്റ്റ് ഗിഫ്റ്റ് ഞാൻ ഏട്ടന് കൊടുത്തത്. ഒരു ആൽബം ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ DIY ക്രാഫ്റ്റ്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ. ഞാൻ ഇങ്ങനെ വെളിയിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന കട്ടിൽ എനിക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഏട്ടനും അതാണ് വാങ്ങാനും ഏറ്റവും കൂടുതൽ ഇഷ്ടം. മറ്റത് ഇഷ്ടമാണ്, ബട്ട് എന്നാലും എനിക്കിത് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കണം. ഇതൊരു ആൽബമാണ് കേട്ടോ, ആൽബം. സൂം ചെയ്യുന്ന വേണമെങ്കിൽ ഇത് വച്ച് കാണിച്ചു തരാം, ഇവിടെ വച്ച് കാണിച്ചു തരാം. ബാ, ഇത് ആക്ച്വലി ഒരു ആൽബമാണ് കേട്ടോ, ഞാൻ ഉണ്ടാക്കിയ ആൽബമാണിത്. ഫ്രണ്ട് കൊള്ളാല്ലേ? நான் தீர்க்கவே வெண்ணீரில் மீனாய் நீந்துவேன் உன் காதலை கடன் வாங்கியே என்னை நானே தாங்குவேன் உன் பாதியும் என் நீதியும் ஒன்றேதான் என்று வாழ்கிறேன் உன் கண்களில் நீர் சிந்தினால் அப்போதே செத்து போகிறேன் സാലയോര പൂക്കൾ. സോ നേരത്തെ കണ്ടില്ല, അതാണ് ഞാൻ അവന് വേണ്ടി കൊടുത്ത ഫസ്റ്റ് ഗിഫ്റ്റ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഗിഫ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മറക്കില്ല കേട്ടോ, അത് കമൻറ്റ് ചെയ്യണം കേട്ടോ, ആ ഗിഫ്റ്റ് എങ്ങനെ ഉണ്ടെന്ന്. സെക്കൻഡ് ഗിഫ്റ്റ് ഞാൻ കാണിച്ചു തരാമേ. ഇത് സംഭവം കണ്ടോ, അജയ് ഡി ആരതി ML എന്ന് പറയുന്നത് ആരതി മോഹനലാണ് എൻ്റെ ഫുൾ ഫോം. ഇവിടെ അത് എഴുതാൻ സ്ഥലത്തോണ്ട് ML ഞാൻ തന്നെ ഷോർട്ടാക്കിയതാണ്.
ടുഗദർ ഫോർ എവർ ടിൽ ഇൻഫിനിറ്റി ബർത്ത്. അതാണ് എഴുതിക്കുന്നത്. കൊള്ളാലേ. ഇത് സെക്കൻഡ് ഗിഫ്റ്റ് ആണ്. തേർഡ് ഗിഫ്റ്റ് ഒരു ഫോട്ടോ ഫ്രെയിമാണ്. ഓക്കെ, ഇതൊരു ഫോട്ടോ ഫ്രെയിമാണ്. നമ്മൾ രണ്ടുപേരും, ഏട്ടൻ്റെ പേര്, എൻ്റെ പേര്, പിന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞ ഇയർ, ഡേ, മന്ത്. സോ ഇത് മൂന്നുമാണ് ഞാൻ കഴിഞ്ഞ വർഷം ഏട്ടന് വേണ്ടി കൊടുത്ത ഗിഫ്റ്റ്സ്. പിന്നെ എനിക്ക് തിരിച്ചെന്ത് കിട്ടിയെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ, ഗ്രീറ്റിംഗ് കാർഡ്. അത് ഞാൻ തന്നെ ഉണ്ടാക്കി. പക്ഷേ അത് ഇത് മൂന്ന് നമ്മൾ ഷോക്കേസിൽ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഷോക്കേസിൽ വെച്ചിട്ടില്ല, കാരണം അതിൽ എൻ്റെ ആത്മലേഖനങ്ങളുണ്ട്. അതുകൊണ്ട് അത് ആരെങ്കിലും വായിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഏട്ടന് സൂക്ഷിച്ച് സീക്രട്ടായിട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇത് 4ആണ് കേട്ടോ ഞാൻ കൊടുത്ത ഗിഫ്റ്റ്. പിന്നെ ഏട്ടന് എനിക്ക് എന്ത് കിട്ടാമെന്ന് എനിക്കിന് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു ഫോട്ടോ എനിക്ക് അവ ഉണ്ടാക്കി തന്ന കാര്യം കാണിച്ചാൽ ഇതാവ ഉണ്ടാക്കിയതാണ് കേട്ടോ. അതായത് വരച്ചതാണ്, സാൻഡ് വെച്ച എന്തോന്ന് വരച്ചേക്കുന്നത്. കൊള്ളാല്ലേ. താഴെ ഫോർ എവർ എന്നും എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റുമോ? അതിൽ എന്താ. പിന്നെ ബാക്കിലും എഴുതിയിട്ടുണ്ട്, യുവർ ഹാർട്ട് ഈസ് ഫുൾ ഓഫ് ലവ് ആൻഡ് എന്തോന്ന് affection, your hands are always caring, I am loving to have, oh I am lucky to have you, you are my wife, love you വാവച്ചി. എനിക്ക് അവനുണ്ടല്ലോ അതിൽ ഏറ്റവും കൂടുതൽ പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഐ ആം ലക്കി ടു ഹാവ് യു. അത് പറഞ്ഞ് എനിക്ക് ഇത്രയും വലിയ സന്തോഷമില്ല. അപ്പോൾ ഇതും മറ്റേ സാൻഡ് കൊണ്ട് എഴുതി. ഈ ഒരു ഗിഫ്റ്റാണ് എനിക്ക് തന്നത്. ഈ ഒന്നിനെ എനിക്ക് ധാരാളം. ഞാൻ തന്നതിന് 3-4 കൊല്ലം എനിക്ക് ഒന്ന്. അടിപൊളിയില്ലേ. പിന്നെ അവൻ വരയ്ക്കും. അല്ലാതെ എനിക്കിതേപോലെ എൻ്റെ കുറേ പിക്ചേഴ്സൊക്കെ എനിക്ക് വരച്ച് തന്നിട്ടുണ്ട്. ഡേറ്റിന് വച്ചിട്ട് തരാം. അപ്പം എന്തായാലും ഇതാണ് നമ്മളെ കഴിഞ്ഞ വർഷത്തിൻ്റെ ഒരു ഗിഫ്റ്റ്സ്. അപ്പോൾ ഈ വർഷം ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ പെയിൻറ്റിങ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പെയിൻറ്റിങ്. കാരണം വരയ്ക്കുന്നത് അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അവന് വരച്ചു കൊടുത്താലും അല്ലെങ്കിൽ എന്ത് ഞാൻ ചെയ്താലും അത് ഞാൻ എഫേർട്ട് എടുത്ത് ചെയ്യുന്നതെല്ലാം അവന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇന്നെല്ലാം അവന് ഫുൾ ഗിഫ്റ്റ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് വിചാരിച്ചു പെയിൻറ്റിങ് കൊടുക്കാം, ഫസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഫുഡ്. കാരണം ഫുഡ് അവന് ഭയങ്കര വെറൈറ്റി ഫുഡുകൾ ട്രൈ ചെയ്യാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു 3 വെറൈറ്റി ഫുഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ എന്ത് വെറൈറ്റി ഫുഡെന്ന് ഞാൻ പറയില്ല, നിങ്ങൾ കണ്ടാൽ മതി. ലാസ്റ്റ് ഞാൻ കാണിച്ചതും എന്താണെന്ന്. സോ നിങ്ങൾക്കും സർപ്രൈസാണ്, കാരണം എനിക്ക് സർപ്രൈസ് എല്ലാവർക്കും കൊടുക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സർപ്രൈസ് അറിയണം. സോ അങ്ങനെ 3 വെറൈറ്റി ഫുഡ്, ഒരു ഡെസേർട്ട് ഉണ്ടാവും, ഒരു വോൾ പെയിൻറ്റിങ് ഞാൻ ചെയ്യുന്നുണ്ട്. വോൾ പെയിൻറ്റിങ് അതിൻ്റെ തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ സ്റ്റാർട്ടപ്പ് ഞാൻ ചെയ്തതേ ഉള്ളൂ കേട്ടോ. ഈ ഒരു പിക്ചർ മരം വരച്ച് വച്ചിരിക്കുകയാണ്. ഇനി എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. അതാണ് എൻ്റെ പ്ലാന്. ഇപ്പോൾ മണി 11:30 ആയി. എന്താവും എനിക്ക് അറിയണം. എന്തായാലും എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യണം. അപ്പോൾ ഇത് സ്റ്റാർട്ടപ്പാണ് കേട്ടോ. ഇനി ബാക്കി എനിക്ക് കുറേ പ്ലാനുകളുണ്ട്. നേരത്തെ കിടന്ന് വോൾ പെയിൻറ്റിങ്, അതിനെ മരം മാത്രമേ വരച്ചിട്ടുള്ളൂ, ബാക്കിയും വരയ്ക്കാറുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് നിങ്ങൾക്കും സർപ്രൈസാണ്. സോ ആരും ആദ്യം ഇട്ടിട്ട് പോലെ എല്ലാവരും ലാസ്റ്റ് കാണാം. എന്നാലും നിങ്ങൾക്ക് ഞാൻ എടുത്ത എഫേർട്ട് നിങ്ങളും കാണുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഡെക്കറേഷനാണ്. അതും ഞാനാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വട്ടം ഞാനും ഏട്ടനും കൂടെ ഒരുമിച്ച് നിന്നാണ് ചെയ്തത്. പക്ഷേ ഈ വട്ടം ഞാൻ ഒറ്റയ്ക്കിരുന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. അവൻ ചോദിച്ചു ലീവ് എടുക്കണം. പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ട, കാരണം എനിക്കിത് മൊത്തത്തിൽ ഒറ്റയ്ക്ക് ചെയ്ത് അവന് സർപ്രൈസ് ചെയ്ത് അവന് ഇത് ഫുൾ കൊടുക്കണമെന്ന് എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ലീവൊന്നും എടുക്കേണ്ട, ഇത് മൊത്തം ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഡെക്കറേഷൻ അത് ഞാൻ തന്നെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 5th വൺ എന്ന് പറയുന്നത് കേക്കിനെ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. സോ ഞാൻ ഒരു കേക്ക് ബേക്കറാണ്. ഓക്കെ, അപ്പം ബാക്കിയുള്ളവരുടെ വെഡ്ഡിങ്ങും ബർത്ത്ഡേ കേക്ക്സും ആനിവേഴ്സറി വരുമ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ എൻ്റെ വെഡ്ഡിങ് ഡേക്ക് ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ടില്ല, ഫസ്റ്റ് ആനിവേഴ്സറിക്ക് ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ടില്ല. അതെന്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതായത് ഒരുപാടല്ല, കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി എന്നൊരു കേക്ക് ഉണ്ടായിരുന്നു. ഞാൻ ബിസി ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഞാൻ വെളിയിൽ നിന്നാണ് ഞാൻ ഒരു കേക്ക് ബേക്കറായിട്ട് പോലും വെളിയിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. കാരണം എനിക്ക് എല്ലാം കൊണ്ട് പറ്റിയില്ല. അപ്പോൾ ഈ വട്ടം എന്തായാലും അത് വെഡ്ഡിങ് ഡേക്ക് ഉണ്ടാക്കിയില്ല, ആനിവേഴ്സറിക്ക് ഉണ്ടാക്കിയില്ല. അപ്പോൾ ഞാൻ എല്ലാവർക്കും കൊടുക്കുമ്പോൾ എൻ്റെ ഡേക്ക് തന്നെ ഞാൻ ഉണ്ടാക്കിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഞാൻ എന്തായാലും ഇന്ന് ഈ വട്ടം, അതായത് ഈ വർഷം ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ ഈ വട്ടം കേക്ക് ഉണ്ടാക്കും. സോ 5th വേണമെന്നുണ്ട് കേക്ക്. എൻ്റെ മെനു, അതായത് എൻ്റെ മെനു കാർഡിൽ ഇല്ലാത്ത ഒരു വെറൈറ്റി ഡിഫറെൻറ്റ് വേർഷൻ കേക്കാണ് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ കുറേ നാളായിട്ട് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ഒക്കേഷൻ വരുമ്പം ഈ ഒരു ഫ്ലേവർ ഉണ്ടാക്കണം എന്ന് എപ്പോഴും വിചാരിച്ചൊരു കാര്യമാണ്. പക്ഷേ എൻ്റെ മെനു കാർഡിൽ അതില്ല. ആ കേക്ക് ഞാൻ സെല്ല് ചെയ്യുന്നില്ല. ബട്ട് ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ട് വേണം എനിക്കതെൻ്റെ മെനു കാർഡിൽ ചേർക്കണം വേണ്ടതെന്ന് ഞാൻ ആലോചിക്കാൻ. ഓ മൈ ഗോഡ്, ആലോചിക്കാൻ. സോ
യെസ്, അത് എന്തായാലും അവൻ എട്ടും. ഓക്കെ, അത്. സോ ഇത്രയും 5 ഗിഫ്റ്റാണ് ഇതെല്ലാം ഞാൻ ഉണ്ടാക്കുന്ന എന്ത് എഫേർട്ടും അതെൻ്റെ ഗിഫ്റ്റായിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. കാരണം ഞാൻ അമ്മയടുത്ത് ആദ്യമേ പറഞ്ഞു, അമ്മ ഒരു കാര്യത്തിൽ എന്നെ സഹായിക്കേണ്ട, 2 കാര്യങ്ങളിൽ. കാരണം എന്ന് വെച്ചാൽ പാത്രം കഴുകുക, അത് അമ്മ ചെയ്യണം. കാരണം എനിക്ക് എല്ലാം കൂടി ചെയ്യേണ്ടി പറ്റൂലല്ലോ. അപ്പം അമ്മ അത് ചെയ്യണം. പിന്നെ അല്ലറ ചില്ലറ ഞാൻ പാത്രം കഴുകണം. ബാക്കിയെല്ലാം ഫുഡ് ഉണ്ടാക്കാനായാലും കേക്ക് ഉണ്ടാക്കാനായാലും അതേപോലെ തന്നെ ഡെക്കറേഷൻ ചെയ്യണതിലായാലും എന്ത് ചെയ്താലും അത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും. കാരണം എനിക്ക് ആ എഫേർട്ട് എടുത്ത് വേണം കൊടുക്കാൻ. അതാണ് ആക്ച്വലി ഈ 5 ഗിഫ്റ്റാണ് ഈ വർഷം ഞാൻ അവന് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. സോ എന്തൊക്കെയാണ് ഈ ഗിഫ്റ്റിൻ്റെ ഫൈനൽ രൂപങ്ങൾ, പെയിൻറ്റിങ് രൂപം, ഇതിൻ്റെയൊക്കെ ഈ ഗിഫ്റ്റ്സിൻ്റെയൊക്കെ ഫൈനൽ രൂപം എന്താണെന്ന് നിങ്ങൾ കാണണമല്ലോ. അത് നിങ്ങൾ ലാസ്റ്റിൽ കണ്ടേ പറ്റുള്ളൂ. സോ യെസ്, അപ്പോൾ നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് നമുക്ക് ചെയ്തു തുടങ്ങാം. കമോൺ. സോ നമ്മളെ ഫസ്റ്റ് പടിപ്പുരയാണ് ഫസ്റ്റ് പെയിൻറ്റ്. അതിന് 2 പെയിൻറ്റ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യത്തെ പെയിൻറ്റ് ഇങ്ങനെയല്ല, ഇതിനി വേറെയുണ്ട്. ഇതിനെ ഉണക്കാൻ വേണ്ടി വച്ചിരിക്കുകയാണ്. പെയിൻറ്റ് ചെയ്തിട്ടൊന്ന് ഉണക്കണം, എന്നാലേ എനിക്ക് അടുത്തത് വരയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ ആദ്യം ഇത് ഉണങ്ങി, ഇനി എനിക്ക് അടുത്തതും കൂടെ ചെയ്യണം. ഇത് ഫസ്റ്റ് പെയിൻറ്റ്, ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഇത്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പെയിൻറ്റ് കാണിച്ചു തരാം. ഇത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് കേട്ടോ. ഇത് ഫൈനൽ പെയിൻറ്റിങ്ങേ അല്ല. ഫൈനൽ പെയിൻറ്റിങ് എന്താണെന്ന് അറിയുമ്പോൾ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. സോ ഇത് സെക്കൻഡ് പെയിൻറ്റിംഗ് ആണ്. ഇതും ഉണങ്ങിക്കഴിഞ്ഞു, അതും ഇനി ചെയ്യണം. സോ പെയിൻറ്റിങ് ഏകദേശമായി. ഇനി എനിക്ക് ഉണ്ടാക്കാനുള്ള വാൾ പെയിൻറ്റിങ് ഏകദേശം അല്ല, ഇനി പെയിൻറ്റിങ് ഉണ്ട്. ഫുഡ് ഉണ്ടാക്കണം. ഫുഡ് ഞാൻ തുടങ്ങിയിട്ടില്ല. സോ ഫുഡ് ചെറുപറ ഉണ്ടാക്കണം. കേക്ക് ഞാൻ തുടങ്ങാൻ വേണ്ടി പോണതേ ഉള്ളൂ, എൻ്റെ കേക്ക്. സോ പെട്ടെന്ന് എല്ലാം ചെയ്തെടുക്കാം. ഓക്കെ. പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വൈറ്റ് കളർ കിട്ടും. ഞാൻ ഇതൊന്ന് ഡ്രൈ ഔട്ട് ആകാൻ വേണ്ടി വെച്ചിരിക്കും. കുറച്ച് പാടാണ് പെയിൻറ്റിങ്. പേഷ്യൻ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഡ്രൈ ഔട്ട് ചെയ്യണം. ഇനി എനിക്ക് ആൾരൂപങ്ങൾ വരയ്ക്കണം, കേക്ക് എടുക്കണം. കേക്കിനൊന്നും ആയില്ല, എന്താവോ എന്തോ എന്ന് എനിക്ക് തന്നെ ടെൻഷനാണ് കേട്ടോ. ഇതെല്ലാം കണ്ടു തന്നെ കൊടുക്കും. ഫുഡ് ഞാൻ തുടങ്ങിയതേ ഉള്ളൂ, ചെറുതായിട്ടും തുടങ്ങി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ പെയിൻറ്റിങ് ചെയ്തിട്ട് എനിക്കറിയാം എന്തൊക്കെ ജോലി കിടക്കണം തന്നെ. ഒരുങ്ങാൻ കിടക്കണം, ഡെക്കറേഷൻ ചെയ്യാൻ കിടക്കണം, പെയിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്യാൻ കിടക്കണം, വാൾ പെയിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്യാൻ കിടക്കുന്നുണ്ട്. കുറേ ഉണ്ട് മക്കളെ, കുറേ ഉണ്ട്. എപ്പം തീരെ വന്നു, മറ്റേ നാളെ ആയിരുന്നാൽ മതിയായിരുന്നു. പെട്ടെന്ന് ചെയ്തിട്ട് ഓക്കെ. ചിലപ്പോൾ ഞാൻ വീഡിയോ ചിലതൊന്നും എടുത്തൊന്നും വരില്ല, കാരണം ഇപ്പോഴേ സമയമായി. അപ്പോൾ എനിക്ക് ചിലപ്പോൾ വീഡിയോ എല്ലാത്തിനും കാണിച്ചെന്നാലും ആരും പോകലായിട്ട്. എന്തായാലും ഞാൻ ലാസ്റ്റ് ഫൈനൽ ടച്ച് എല്ലാം ഞാൻ കാണിച്ചു തന്നതായിരിക്കും. ഓക്കെ ഓക്കെ. തുറക്കില്ല ചാച്ചി, ഇങ്ങനെ നിൽക്ക്, ഇങ്ങനെ വാ. കണ്ണു തുറക്കല്ലേ ഒരിക്കലും കേട്ടാ. കണ്ണു തുറക്കല്ലേ, കണ്ണു തുറക്കല്ലേ, ഒരിക്കലും തുറക്കല്ലേതല്ല. കണ്ണു തുറക്കല്ലേ. I love you man. Happy anniversary. അവിടെ നോക്ക്. എങ്ങനെയുണ്ട്? അവിടെ നോക്കണ്ട, ഇവിടെ നോക്കിയാൽ എങ്ങനെയുണ്ട്? അടിപൊളി. ഓക്കെ. ഇനി എന്ത് ഡെക്കറേഷൻ? Happy anniversary to me. Happy anniversary to us. Happy anniversary to us. Lemon tea. അമ്മ എനിക്ക് വെക്കലേ അതുപോലെ
അടിപൊളി. കേക്ക് കൊള്ളാമോ? കേക്ക് കൊള്ളാമോ? കേക്ക് കൊള്ളാമോ? ഇങ്ങനെ കേക്ക് കൊള്ളാമോ? കേക്ക് വേണോ? കേക്ക് വേണോ? കേക്ക് വേണോ? ആട്ടിക്ക് വേണോന്ന്? ഇനി അടുത്ത ഇത് രണ്ടും വേണം. ഹാപ്പി ആനിവേഴ്സറി മൈ ഡിയർ. പൊട്ടിപ്പോ കണ്ണാടിയാണ് തിരിച്ചാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സത്യത്തിൽ ഞാൻ വരച്ചത് അങ്ങനെയല്ല എങ്ങനെയല്ല ഞാൻ വേറെ ഞാൻ എന്റെ കൈ കൊണ്ട് വെച്ചതാണ്. പൈസ പോലും നീ ഇവിടെ തന്നിരിക്കും. അടിപൊളി. അടിപൊളിയല്ലേ? സൂപ്പർ. ചെയ്തല്ലേ? എന്റെ പൊന്നെ പൊളിയടാ, പൊളിയേട്ടാ, പൊളിയേട്ടാ. കൊള്ളാം കേട്ടാ. വെരി ഗുഡ് ഗേൾ. കേക്ക് വേണോ? അതല്ല, അങ്ങനെ ഫൈനലി എന്റെ ആനിവേഴ്സറിക്ക് ഞാൻ തന്നെ സ്വയം ഒരു കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നു. എല്ലാവരും കൈകൊട്ടിക്കേ. തുളസിയല്ല, അത് മിന്റ് ലീഫാണ്. ഇതിനെയല്ല. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ ഫുഡ് കാണിക്കാൻ വേണ്ടി പോയാണ്. ഓക്കെ, ഫുഡ് കാണിച്ചു തരാം. വാ. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ 3 വെറൈറ്റി ഫുഡാണ് കേട്ടോ. കഷ്ടപ്പെട്ട്. കമോ. ഓക്കെ, നോക്കിക്കോ. സർപ്രൈസ്. സംഭവം ഇതാണ് തലശ്ശേരി ദം ബിരിയാണി. തലശ്ശേരി ദം ബിരിയാണി എന്ത് പാടെന്നറിയാം, പക്ഷെ എന്നാലും കുഴപ്പമില്ല. തലശ്ശേരി ദം ബിരിയാണി നല്ല മണം, കൊതിയാണ്. ഓക്കെ, ഇനി അടുത്ത സെക്കൻഡാണ് ഏറ്റവും വെറൈറ്റി. അല്ല, അതല്ല. 1 2 3 ഗോ. ഹരിയാലി ചിക്കൻ കറി. ഇതാണ് ഹൈദരാബാദി ചിക്കൻ കറി. ഫുൾ ഗ്രീൻ കളറാണ്. കൊതിയാണെങ്കിൽ വന്നിട്ട് പോയോ. അല്ല അല്ല, അവന്റെ റിയാക്ഷൻ ഞാൻ എങ്ങനെ പറഞ്ഞുതരാം. ഓക്കെ, രണ്ടാണ് കുസൈൻ. അല്ല, കുസൈൻ എന്ന് എന്തെന്ന് പറയുന്നത്? കുസൈൻ എന്ന് എന്ത്? കുസൈൻ. ഓക്കെ, ഇതാണ് 2 മെയിൻ ഡിഷസ്. പിന്നെ ഒരു ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ ആക്കണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ടൈം കിട്ടിയില്ല. ഞാൻ ഈ ഞാൻ വരച്ച പെയിൻറ്റ് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഏട്ടൻ്റെ ഗിഫ്റ്റ് ഞാൻ കാണിച്ചു തരാം. പക്ഷെ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇതിൽ 2ലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ഡെസേർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ 2 ഡെസേർട്ട് എന്ന് ഉദ്ദേശിച്ച് ഒന്നേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇതിനൊരു പേര് കഷ്ടപ്പെട്ടാണ് ഞാൻ പറയാൻ വേണ്ടി ഇരിക്കുന്നത്. ഉമ്മച്ചി. ഇതൊരു അറബിക് ഡിഷാണ് കേട്ടോ. അറബിക് സ്വീറ്റ് ഡെസേർട്ടാണ്. 3 2 1 ഗോ. ഉമ്മലി. സോ ഉമ്മലി എന്ന് പറഞ്ഞ അറബിക് ഡെസേർട്ടാണ് ഞാൻ ഇവിടെ ചെയ്ത് വെച്ചേക്കുന്നത്. അടിപൊളിയല്ലേ? കാണുമ്പോൾ തന്നെ എനിക്ക് അടിപൊളിയായിട്ടാണ് തോന്നുന്നത്. കാണുമ്പോൾ അടിപൊളിയാണ് എല്ലാ ലുക്കും, പക്ഷെ കഴിച്ചല്ലേ ഞാൻ അറിയേണ്ടി വെച്ചത്. അപ്പോൾ നമുക്ക് കഴിക്കാം. കമോ, എനിക്ക് കൊതി വന്നിട്ട് വയ്യ.
എല്ലാ പ്രാവശ്യവും ഇതുവരെയുള്ള ഓണത്തിന് നമ്മൾ തമിഴ്നാടിനെ ആശ്രയിച്ചുകൊണ്ടിരുന്നത്. കെട്ടുകണക്കിന് പൂക്കളാണ് തമിഴ്നാട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രാവശ്യത്തെ ഓണം നമ്മുടെ വയലോടത്തെ ചെണ്ടുമല്ലി കൃഷിത്തോട്ടത്തിൽ നിന്നാവട്ടെ, അല്ല അവരുടെ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട്. ഞങ്ങളുടെ പൂ നല്ല വലിയ പൂക്കളാണ്. സോ ഫാമിലി നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയാണ്. ഒന്ന് സൂം ഔട്ട് ചെയ്യാൻ വേണ്ടി ഡിന്നർ തലശ്ശേരി ദം ബിരിയാണി ആൻഡ് ഹരിയാലി ചിക്കൻ കറി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോയാണ്. സോ ആരെങ്കിലും ഒരാൾ എടുക്കണ്ടേ? അല്ല അച്ഛ ആദ്യം കഴിച്ച് അച്ഛൻ അതാണ് കൊള്ളു. അച്ഛ പറഞ്ഞോ, അച്ഛ എങ്ങനെയുണ്ട്? സത്യം സത്യമായിട്ട് എന്തെങ്കിലും കൂടുതൽ കുറവ്? ഈ ഹരിയാലി ചിക്കൻ കറി എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇനി അടുത്ത് നീ കഴിച്ചാ? ഇനി വാളുവാണ് നമ്മളെ മെയിൻ. ആണോ? സത്യമായിട്ട് അല്ല, സത്യസന്ധമായിട്ട് പറഞ്ഞു. ഹരിയാലി ചിക്കൻ കറി ഓക്കെ. അമ്മയാണ് കഴിക്കണത്. ഞാൻ ഉണ്ടാക്കിയ കൈമാ റൈസ് ഇന്നില്ല, കുറച്ചെടുത്തിട്ട് അമ്മ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് അമ്മയുടെ ഫ്രൈഡ് റൈസ്. അതാണ് അമ്മയുടെ ഫ്രൈഡ് റൈസ്. അമ്മ ബിരിയാണി കഴിക്കൂല, ചിക്കനെ കഴിക്കൂല, മീനും കഴിക്കും, മുട്ടയും കഴിക്കും. അമ്മ ചിക്കൻ കഴിക്കാത്തതിൻ്റെ ഒരു റീസൺ ഉണ്ട്, അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും പറയാം. ഓക്കെ. അമ്മയുടെ ഡിഷ് ഫ്രൈഡ് റൈസ്, ബീട്രൂട്ട് തോരൻ ആൻഡ് മുട്ട. ഓക്കെ. ഇനി നമ്മൾ കറിയായിട്ട് വരവ്. ബിരിയാണി എങ്ങനെ ഉണ്ടെന്ന് പറ. കൊള്ളാം, പിന്നെ എന്നാലും എല്ലാത്തിലും മസാല പിടിച്ച് അത് തന്നെ കുറച്ചും ബെറ്റർ. എല്ലാത്തിലും മസാല പിടിച്ച് വരാനുണ്ട്. ബാക്കി അടിപൊളി, പിന്നെ വെറൈറ്റി ഡിഷ് ആയതുകൊണ്ട് അടിപൊളി. ഈ ഹരിയാലി ആദ്യമായിട്ട് ഉണ്ടാക്കിയതല്ലേ, കുഴപ്പമില്ല. ഹരിയാലി വെറൈറ്റി ടേസ്റ്റ് കേട്ടോ. മസാല ഇത് നമ്മൾ എന്തോന്ന് കറി അല്ലാത്തൊരു എന്തോന്ന് ഞാൻ പറയണ തന്നെ നമ്മളെ എന്ത് പറയാനാ, വേവിക്കാതെ ഇങ്ങനെ അല്ലാത്തതൊന്നുമില്ല ഉണ്ട്, ഒരു ടേസ്റ്റ് ഉണ്ട്. അത് കൊള്ളാം. അപ്പം നിൻ്റെ അഭിപ്രായം എന്താണ്? ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ എല്ലാം കൊള്ളാം. അത് ആരൊക്കെ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ഞാൻ ഉണ്ടാക്കിയത് എപ്പോഴും കിട്ടില്ലായിട്ടിരിക്കുള്ളൂ. സോ ഹായ്, അങ്ങനെ ഫൈനലി നമ്മൾ ആനിവേഴ്സറി സെലിബ്രേഷൻ ലാസ്റ്റ് നമ്മൾ അതിന്റെ അറേബ്യൻ ഡിഷായ ഉമ്മലി നമ്മൾ ട്രൈ ചെയ്യാൻ പോവുകയാണ്. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഓൺലൈനിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡിഷ് ഇതാണെന്നാണ് തോന്നുന്നത്. അടിപൊളിയായിട്ടുണ്ട് സംഭവം. ഇതാണ് ഞാൻ ആദ്യം ചെയ്ത ഡിഷ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം കുറേ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അതൊന്നും നടന്നില്ല. കാരണം പെയിൻറ്റിങ് എല്ലാം ചെയ്ത് വന്നപ്പോൾ തന്നെ ഉച്ച കഴിഞ്ഞു, ഒരു ഏകദേശം 3 മണി 4 മണി കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ള തുടങ്ങും ഭയങ്കര ഒരുപാട് ജസ്റ്റ് മിനിറ്റിലൊക്കെയാണ് ഞാൻ എല്ലാം ചെയ്ത് വെച്ചത്. സോ എനിക്ക് ഒരു ഹരിയാലി ചിക്കൻ കറി അടിപൊളിയായിരുന്നു കേട്ടോ. അതിനെ എവിടെ വേണമെങ്കിലും പറയാം. അത് കൊള്ളായിരുന്നില്ലേ? അടിപൊളിയായിരുന്നില്ലേ? അത് അടിപൊളിയായിരുന്നു. പക്ഷേ എനിക്കൊന്ന് ബിരിയാണി മാത്രം അച്ഛനും മാളുവിനും ഇഷ്ടപ്പെട്ടു. ഞാൻ വച്ചോണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്നാലും കൊള്ളാം, മോശമൊന്നുമല്ല, കഴിക്കാൻ കൊള്ളാം. പക്ഷെ ആ തലശ്ശേരി ദം ബിരിയാണി ആയില്ല, അതാണ് ഉള്ള സത്യം. പിന്നെ വേറെന്താ, പിന്നെ ഈ സ്വീറ്റ് അടിപൊളിയാണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. യെസ്, ഇത് നമ്മളെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ കേക്ക് അത് എടുത്ത് പറയേണ്ടതാണ്. ഞാൻ പുതുതായിട്ട് കൊണ്ടുവന്ന കേക്കാണ് ലെമൺ കേക്ക്. എങ്ങനെ ഉണ്ടായിരുന്നു? ലെമൺ കേക്ക് എന്താ വെച്ചാൽ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബട്ടർ ആയിരുന്നു. ബട്ടർ കേക്ക് അല്ല, സ്വിസ് മെറാൻ ബട്ടർ ക്രീമാണ്. അതാണ് ഞാൻ ഫ്രോസ്റ്റിംഗ് ചെയ്തത്. അതുകൊണ്ടാണ് എനിക്ക് പേഴ്സണലി അത് തന്നെ ഇഷ്ടം. അപ്പം ലെമൺ കേക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. പിന്നെ യെസ്, ബിക്കോസ് ഇറ്റ്സ് ബട്ടർ ക്രീം കേക്ക് ആണ്. അല്ല, അതിൻ്റെ അകത്ത് ലെമൺ കേർഡ് ഫില്ലിങ്ങും ഉണ്ടായിരുന്നു. അതിൻ്റെ ലെമൺ കേർഡ് എന്നൊരു ഫില്ലിംഗ് ഉണ്ട്, അതും കൂടെ അതിൻ്റെ അകത്ത് ചെയ്തിട്ട് അതെനിക്ക് തോന്നി ഇവനെ കിട്ടിയില്ല. ഞാൻ ഫുൾ കേക്ക് കഴിച്ചു. കൊള്ളായിരുന്നു. പിന്നെ അതിൻ്റെ ആ ലെമൺ കേർഡ് കുറച്ച് പുളിപ്പുണ്ടെങ്കിൽ നമ്മൾ ഈ ബട്ടർ ക്രീമായിട്ട് കഴിക്കുമ്പോൾ അത്രയ്ക്ക് അറിയില്ല. അപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പം ഓവറോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഒരു കാര്യം, എൻ്റെ സർപ്രൈസ് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ വിചാരിച്ചപ്പോൾ സർപ്രൈസ് ആയില്ല. കാരണം എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് ഇന്നത് ചെയ്യും അന്നത് ചെയ്യുമെന്ന് പറയാൻ പാടില്ല. എന്നാലുണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും തടസ്സം വന്നത് ഫ്ലോപ്പാവും.
അത് സത്യാവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് മനസ്സിലാക്കിയൊരു കാര്യമാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ വാൾ പെയിൻറ്റിംഗ് ഒക്കെ അടിക്കുമെന്നും ഒന്നും നടന്നില്ല. കാരണം എനിക്ക് അതിനുള്ള ടൈം പോലും എനിക്ക് കിട്ടിയില്ല. അതാണ് ആദ്യത്തെ സത്യാവസ്ഥ. പിന്നെ ഞാൻ വിചാരിച്ച പോലെ എൻട്രി ഒന്നും എനിക്ക് വന്നില്ല. ഞാൻ ഏട്ടനെ എൻട്രി ചെയ്യുന്നത് ഇവിടെ ആ ഒരു നടുക്കിൽ ഞാൻ കുറേ പേപ്പറൊക്കെ ഇങ്ങനെ ലവ് പോലെ വെച്ച് നമ്മൾ അതിൽ കൂടെ ചവിട്ടി പോണതൊക്കെ അങ്ങനെ കുറച്ച് രീതിയിലായിരുന്നു, ഞാൻ ഡ്രമാറ്റിക് രീതിയിലായിരുന്നു വിചാരിച്ചത്. പക്ഷെ അതൊന്നും നടന്നില്ല. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ സമയം കിട്ടില്ല, അതായിരുന്നു ഫ്ലോപ്പ് ആയത്. പക്ഷെ എന്നാലും എൻ്റെ ടൈമിന് പരമാവധിയിൽ ഞാൻ ഏട്ടനെ സർപ്രൈസ് ചെയ്തിട്ടുണ്ടല്ലോ. യെസ്, അത് സത്യമാണ് കേട്ടോ. അവളെ കഷ്ടപ്പെടും. ഞാൻ തന്നെ ഒരു സൈപ്രസിൽ പോയി ഒരു ഗിഫ്റ്റാണ് ചെയ്തത്. പക്ഷെ അവൾ സ്വന്തമായിട്ട് വരച്ച്, അത് അവളെ സ്വന്തമായിട്ടൊരു കഴിവാണ്. ഗിഫ്റ്റ് എല്ലാം അടിപൊളിയാണെന്ന് വെച്ചാൽ അവൾ സ്വന്തമായിട്ട് വരച്ച് അവൾ ഡ്രോയിങ്ങിൽ ഇത്രയും പടം വരയ്ക്കാൻ ഇത്ര കഴിവുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയണത്. അവളെ ഡ്രോയിങ് അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാം അടിപൊളി ഡ്രോയിങ് ആയിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ സ്റ്റൈപ്ലസിൽ പോയി ചെയ്ത ഗിഫ്റ്റാണ്. പക്ഷേ അമ്മ വരച്ച് അവളെ കഷ്ടപ്പാടിൽ അവൾ വരച്ചെടുത്ത ഗിഫ്റ്റാണ്. അടിപൊളിയല്ലേ? പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്. അടിപൊളിയല്ലേ? അമ്മ കഷ്ടപ്പെട്ട് വരച്ച് ചെയ്ത ഗിഫ്റ്റാണ്. അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഞാൻ സ്റ്റൈപ്ലസിൽ പോയി ചെയ്ത ഗിഫ്റ്റാണ്. ഏട്ടൻ തന്ന ഗിഫ്റ്റ് എനിക്കിത് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇത് വെച്ച് നോക്കുമ്പോൾ ഇത് അത്ര പോരാന്നാണ് എനിക്ക്. അത് ചുമ്മാ അങ്ങനെയൊന്നുമില്ല. ഇതൊരു സാധാ ഗിഫ്റ്റായിട്ട് അങ്ങനെയില്ല. സ്നേഹിക്കുന്ന ആൾക്ക് വേണ്ടി എന്ത് ചെയ്താലും അത് ഗിഫ്റ്റ് തന്നെയാണ്, അത് അമൂല്യമാണ്, അത് പ്രഷ്യസ് ആണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഈ തന്ന ഗിഫ്റ്റ് അതേപോലെ തന്നെയാണ് ഇത്. ഓക്കെ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഗിഫ്റ്റിൽ നമ്മൾ സന്തോഷിക്കാൻ വേണ്ടി ചെയ്യുന്ന മെമ്മറീസ് അല്ലേ. പക്ഷേ ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ? ലവ് ആണ്. ഞാൻ ഇവിടെ എന്ത് പറയുന്നു? ലവ് ഫോർ എവർ. സോ അതാണ് ഏറ്റവും വലിയൊരു ഗിഫ്റ്റ്. എപ്പോഴും മരിക്കുന്ന കഴിഞ്ഞിട്ടും അടുത്ത ജന്മങ്ങളിലായാലും ഇതേപോലെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ജീവിച്ച് അടിപൊളിയായിട്ട് ജീവിച്ച് പോകണം. ആ സ്നേഹം എന്നും ഉണ്ടാവണം. അതാണ് ഇറ്റ്സ് മൈ എൻ്റെ ഏറ്റവും ഞാൻ ആഗ്രഹിക്കുന്ന ഗിഫ്റ്റ് അതാണ്. ഓക്കെ. സോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു ചോദ്യം ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. ആർ യു ലക്കി ടു ഹാവ് മീ? Yes, Vachi, I am very, very lucky. അപ്പം ഗൈസ്, ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ നിർത്തുകയാണ്. അല്ല, വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യണം. നമ്മളെ ഗിഫ്റ്റ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യണം. അതേപോലെ നമ്മളെ ഫാമിലി സപ്പോർട്ട് ചെയ്യണം, നമ്മളെ വീഡിയോ സപ്പോർട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതാരും മറക്കല്ലേ. സോ യെസ്, അടുത്ത വീഡിയോ കാണുന്നത് ദിസ് ഇസ് ആർതി സൈനിങ് ഓഫ്. അജയ് സൈനിങ് ഓഫ്. ബൈ ബൈ, സീ യു. Bye. Love you.